നമസ്കാരം, ഞാൻ ഡോക്ടർ ജിസ് ജോസ്. എയ്ഡ്സ് എന്ന് പറയുന്ന രോഗം അല്ലെങ്കിൽ രോഗാവസ്ഥ നമ്മുടെ ശരീരത്തിൽ ഉണ്ടാക്കുന്നത് HIV എന്ന് പറയുന്ന വൈറസാണ്. ഹ്യൂമൻ ഇമ്മ്യൂണോ ഡെഫിഷ്യൻസി വൈറസ്. ഈ വൈറസ് നമ്മുടെ ശരീരത്തിൽ പ്രവേശിച്ച് കഴിയുമ്പോഴാണ് എയ്ഡ്സ് എന്ന് പറയുന്ന രോഗത്തിന് അല്ലെങ്കിൽ രോഗാവസ്ഥയ്ക്ക് കാരണമാകുന്നത്. HIV വൈറസ് നമ്മുടെ ശരീരത്തിൽ പ്രവേശിച്ചാൽ ഉടനെ തന്നെ എയ്ഡ്സിൻ്റെ രോഗലക്ഷണങ്ങൾ കാണിച്ചു തുടങ്ങത്തില്ല. അപ്പോൾ HIV വൈറസ് ശരീരത്തിൽ പ്രവേശിച്ചു ഒരു ആരോഗ്യമുള്ള ഒരു വ്യക്തിയുടെ ശരീരത്തിൽ പ്രവേശിച്ചു കഴിഞ്ഞാൽ ഏകദേശം 10 വർഷത്തോളം സമയമെടുക്കും അതിൻ്റെ ലക്ഷണങ്ങൾ അല്ലെങ്കിൽ എയ്ഡ്സ് എന്ന് പറയുന്ന രോഗാവസ്ഥയിലേക്ക് എത്തിച്ചേരാൻ. HIV വൈറസ് ശരീരത്തിൽ പ്രവേശിച്ച ശേഷം അത് നമ്മുടെ ശരീരത്തിന് പ്രതിരോധശേഷി നൽകുന്ന അല്ലെങ്കിൽ നമ്മുടെ ശരീരത്തിന് ഇമ്മ്യൂണിറ്റി നൽകുന്ന സെൽസിനെതിരെ പ്രവർത്തിച്ച് ആ സെൽസിനെ നശിപ്പിക്കും. നമ്മുടെ ശരീരത്തിന് നമുക്ക് ഇമ്മ്യൂണിറ്റി നൽകുന്ന CD4 സെൽസ്, ഈ സെൽസിനെതിരെ പ്രവർത്തിച്ച് ഈ HIV സെൽസ് പ്രവർത്തിച്ച് അത് ഗ്രാജുവലി വർഷങ്ങളോളം ടൈം എടുത്ത് നമ്മുടെ പ്രതിരോധ സംവിധാനം പൂർണ്ണമായിട്ട് നശിക്കും. അപ്പോൾ ഏകദേശം ഒരു 10 വർഷത്തോളം എടുക്കും ഈ ഒരു ആരോഗ്യമുള്ള ഒരു വ്യക്തിയുടെ നമ്മുടെ പ്രതിരോധ സംവിധാനം പൂർണ്ണമായിട്ട് നശിക്കാൻ. അപ്പോൾ നമ്മുടെ ശരീരത്തിൻ്റെ ആരോഗ്യ സംവിധാനം അല്ലെങ്കിൽ പ്രതിരോധ സംവിധാനം പൂർണ്ണമായി തകരാറിലായ ശേഷം മാത്രമേ എയ്ഡ്സ് എന്ന് പറയുന്ന രോഗത്തിൻ്റെ അല്ലെങ്കിൽ രോഗാവസ്ഥയുടെ രോഗലക്ഷണങ്ങൾ കാണിച്ചു തുടങ്ങുകയുള്ളൂ. എയ്ഡ്സ് അണുബാധ അല്ലെങ്കിൽ HIV വൈറസ് ഒരാളുടെ ശരീരത്തിൽ എങ്ങനെ പ്രവേശിക്കുമെന്ന് നോക്കാം. അത് ഏറ്റവും പ്രധാനം എന്ന് പറയുന്നത് സുരക്ഷിതമല്ലാത്ത ലൈംഗിക ബന്ധത്തിലൂടെയാണ്. സെക്ഷുവൽ കോണ്ടാക്ട്സ് വഴിയാണ് ഏറ്റവും കൂടുതൽ HIV വൈറസ് ശരീരത്തിൽ പ്രവേശിക്കുന്നത്. അതുപോലെ തന്നെ ഒരാൾ ഉപയോഗിച്ച നീഡിൽ മറ്റൊരാൾ ഉപയോഗിക്കുമ്പോൾ അല്ലെങ്കിൽ നീഡിൽ പ്രിക്ക് വഴി, പ്രത്യേകിച്ച് ഹോസ്പിറ്റലുകളിലൊക്കെ ഡ്യൂട്ടി ചെയ്യുന്ന ആളുകളാണെങ്കിൽ, പ്രത്യേകിച്ച് ഡോക്ടർമാർ നേഴ്സുമാരൊക്കെ ആണെങ്കിൽ HIV അണുബാധയുള്ള ഒരു വ്യക്തിയെ പ്രിക്ക് ചെയ്ത നീഡിൽ അവരുടെ ശരീരത്തിൽ എന്തെങ്കിലും മുറിവോ ഉണ്ടാക്കിയോ അല്ലെങ്കിൽ അറിഞ്ഞോ അറിയാതെയോ അവരുടെ ശരീരത്തിൽ നിന്ന് പ്രിക്ക് ഉണ്ടാക്കി കഴിഞ്ഞാൽ ആ സാഹചര്യം വഴിയും എയ്ഡ്സ് അല്ലെങ്കിൽ HIV അണുബാധ പകരാം. അതുപോലെ തന്നെ ഒരാൾ ഉപയോഗിച്ച നീഡിൽ മറ്റൊരാൾ ഉപയോഗിച്ച് കഴിഞ്ഞാലും അങ്ങനെയും HIV അണുബാധ പകരാം. മൂന്നാമതായിട്ട് പെരിനേറ്റൽ ട്രാൻസ്മിഷൻ വഴി, അതായത് HIV അണുബാധയുള്ള അമ്മയിൽ നിന്ന് കുഞ്ഞിലേക്ക് പകരാം. അതുപോലെ തന്നെ മറ്റൊന്നാണ് ബ്ലഡ് ട്രാൻസ്മിഷൻ വഴി, അതായത് HIV അണുബാധയുള്ള ഒരാളുടെ വ്യക്തിയുടെ ബ്ലഡ് മറ്റൊരാൾ സ്വീകരിക്കുമ്പോൾ ഈ അണുബാധ പകരാൻ സാധ്യതയുണ്ട്. പക്ഷേ ഇന്നത് വളരെ റെയറായിട്ടാണ് സംഭവിക്കുകയുള്ളൂ. കാരണം ഇന്നത്തെ ബ്ലഡ് ട്രാൻസ്ഫ്യൂഷനൊക്കെ വളരെയേറെ പരിശോധനകളും അതുപോലെ എല്ലാ ക്രോസ് മാച്ചുകളൊക്കെ ചെയ്ത ശേഷമാണ് ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ നടക്കുന്നത്. അതുകൊണ്ട് ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ വഴി ഉള്ള അണുബാധ പകരാനുള്ള സാധ്യത വളരെയേറെ കുറവാണ്. അതുപോലെ തന്നെയാണ് മറ്റൊന്നാണ് ബോഡി ഫ്ലൂയിഡുകളുടെ ടച്ച് ചെയ്യുന്ന മൂലം, അതായത് അണുബാധയുള്ള ഒരാളുടെ വ്യക്തിയുടെ എന്തെങ്കിലും ബോഡി ഫ്ലൂയിഡ്സ് നമ്മുടെ ശരീരത്തിൽ, പ്രത്യേകിച്ച് നമ്മുടെ ശരീരത്തിൻ്റെ ഭാഗത്ത് മുറിവോ മറ്റ് ക്ഷതങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതിലൂടെ ടച്ച് ചെയ്യുന്ന വഴി ഇത് ട്രാൻസ്മിറ്റ് ചെയ്യാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പോൾ ഏറ്റവും പ്രധാനം എന്ന് പറയുന്നത്, ഏറ്റവും ഇമ്പോർട്ടൻ്റ് എന്ന് പറയുന്നത് സുരക്ഷിതമല്ലാത്ത ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്ന വഴിയാണ് ഏറ്റവും കൂടുതൽ HIV അണുബാധ ഉണ്ടാകുന്നത്. HIV അണുബാധ അല്ലെങ്കിൽ എയ്ഡ്സ് നമ്മുടെ ശരീരത്തിൽ ഉണ്ടായാൽ അതിൻ്റെ പ്രധാന ലക്ഷണങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. അതിൽ ഏറ്റവും പ്രധാനം എന്ന് പറയുന്നത് പനി, അതുപോലെ തന്നെ തൊണ്ടവേദന, ശരീരവേദന, വായ്ക്കുള്ളിൽ പ്രത്യേകിച്ച് വെള്ള നിറം പോലെയുള്ള പൂപ്പൽ പോലെയുള്ള ചില പാടുകൾ ഉണ്ടായി വരിക, അതുപോലെ തന്നെ ഓക്കാനം വരിക, ഛർദ്ദിക്കാൻ വരിക, പ്രത്യേകിച്ച് കാരണങ്ങളൊന്നുമില്ലാതെ ഉണ്ടാകുന്ന വയറിളക്കം, അതുപോലെ തന്നെ ഭക്ഷണം ഇറക്കാനുള്ള ബുദ്ധിമുട്ട്, അതുപോലെ തന്നെ ശരീരഭാരം കുറയുക, ഇവയൊക്കെയാണ് എയ്ഡ്സ് വന്നു കഴിഞ്ഞാലുള്ള പ്രധാന ലക്ഷണങ്ങൾ. അതുപോലെ തന്നെ ചെറിയ ഫ്ലൂവിൻ്റെ പോലെയുള്ള സിംറ്റംസ്, ചെറിയ ജലദോഷം പോലെയുള്ള സിംറ്റംസും കാണിക്കാറുണ്ട്.